തർക്കം മുറുകുന്നതിനിടെ മുഖ്യമന്ത്രി തീരുമാനത്തിൽ നിർണായക തീരുമാനമെടുക്കാൻ AICC നിരീക്ഷകർ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ MLA-മാരെ കാണുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന VD സതീശന്റെ ആവശ്യം ഹൈക്കമാൻഡ് തള്ളി. മുഖ്യമന്ത്രി ചർച്ചയിൽ AICC തീരുമാനം അംഗീകരിക്കുമെന്ന AICC പ്രമേയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അംഗീകരിച്ചു. മുഖ്യമന്ത്രി ചർച്ചയിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം വൈകിട്ട് തേടും. വിവരങ്ങളുമായി അനു VS ആണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. അനു, നിർണായകമായ മണിക്കൂറുകളിലൂടെയാണല്ലോ നിലവിൽ കോൺഗ്രസ് രാഷ്ട്രീയം കടന്നുപോകുന്നത്. നിർണായക ചർച്ചകൾ അവിടെ പുരോഗമിക്കുന്നു. എപ്പോഴേക്ക് ഇനി കേരളം ആര് ഭരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമാകും? അത് ഈ മൂന്ന് പേരിൽ ആരായിരിക്കും? അത് KC ആണോ, VD ആണോ, അല്ലെങ്കിൽ RC ആണോ? ഈ ചോദ്യത്തിൽ നിലവിൽ ആർക്കാണ് മുൻതൂക്കം? അത് ആ മുൻതൂക്കം കൊടുക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് MLA-മാരുടെ തലയെണ്ണിക്കൊണ്ട് മാത്രമാണോ? അല്ലാതെ ഈ പൊതുസമൂഹത്തിൽ ഇപ്പോൾ വലിയൊരു ജനവികാരം ഉയരുന്നുണ്ട്. ഈ വികാരം കൂടി പരിഗണിച്ചാകുമോ നിലവിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുക? ഒപ്പം VD സതീശൻ നേരിട്ട് അറിയിച്ച ചില നിലപാടുകൾ കൂടിയുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കുമോ? ഷാമിലി, യഥാർത്ഥത്തിലും മുഖ്യമന്ത്രി ആരാണ് എന്നടക്കമുള്ള തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഇപ്പോൾ KPCC ആസ്ഥാനത്ത് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അതുകൂടെ തന്നെ അജയ് മാക്കാനും ഇന്നലെ വൈകിട്ട് അവർ തിരുവനന്തപുരത്തേക്ക് എത്തി. ഇന്ന് ഈ പറയുന്ന വിജയിച്ചു വന്ന MLA-മാരെ കാണുന്നുണ്ട്. ഇന്ന് പാർലമെന്ററി പാർട്ടിയും മീറ്റിംഗ് ചേർന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള ചുമതല കോൺഗ്രസ് അധ്യക്ഷനും നൽകുന്ന പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതാണ് ഇന്ന് സംഘടനാപരമായി നടന്ന ഒരു പാർട്ടിയുടെ ഒരു നടപടിക്രമങ്ങൾ അങ്ങനെയാണ് പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ പല നേതാക്കളെ കാണുന്നുണ്ട്. ആരാണ് മുഖ്യമന്ത്രി ആക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം പാർലമെന്ററി പാർട്ടി അംഗങ്ങളിൽ നിന്നും തേടുന്നുണ്ട്. ഇവിടെയാണ് മൂന്ന് പേരാണ് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്നത്. അത് സ്വാഭാവികമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമായി നിന്നും UDF എന്ന് പറയുന്ന മുന്നണിയെ വലിയ വിജയത്തിലേക്ക് നയിച്ച VD സതീശൻ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു ക്ലെയിം കൂടി നിൽക്കുന്ന ആൾ സ്വാഭാവികമായും VD സതീശനാണ്. മാത്രമല്ല മറ്റു രണ്ട് ആരെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും KC വേണുഗോപാലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിവിധ ഇടങ്ങളിൽ ആൾ മർദ്ദവും ഇറക്കി എത്തിച്ചത് KC ആണ്. അതുകൊണ്ട് KC അങ്ങനെ ഒരു ക്ലെയിം അദ്ദേഹത്തിന് വന്നാൽ സ്വാഭാവികമായും അദ്ദേഹത്തിനെയും ഏറെ പരിഗണനയുള്ള നേതാവാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഈ സീനിയോറിറ്റി പരിഗണിച്ചാൽ, മാത്രമല്ല കഴിഞ്ഞ തവണ നോക്കും അദ്ദേഹം ആണ് പ്രതിപക്ഷ നേതാവായി നയിച്ചത്. മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ സമകാലികളായ നേതാക്കളൊക്കെ തന്നെ പല സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രമേശ് ചെന്നിത്തല ആണ്. ഇങ്ങനെ മൂന്ന് പേരാണ് ഇതിൽ ഈ ചർച്ച നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മീറ്റിംഗാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്ത് നടക്കുന്നത്.